ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ കരവ്യോമ വിഭാഗങ്ങൾ പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നപ്പോൾ ഇന്ത്യൻ നേവിയുടെ INS വിക്രാന്തും മുങ്ങിക്കപ്പലുമടക്കം യുദ്ധ ഫ്ലീറ്റ് കറാച്ചി തുറമുഖം ലക്ഷ്യമിട്ട് കുതിക്കുകയായിരുന്നു. കടലിൽ തങ്ങളുടെ ശക്തിപ്രകടനത്തിന് അവസരം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇതോടെ കറാച്ചിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നാവികസേനയെ തിരിച്ചു വിളിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ തങ്ങളുടെ വകയായി പാകിസ്ഥാന് ഒരു സമ്മാനവും കൊടുക്കാൻ സാധിക്കാത്തതിൽ അതോടെ കടുത്ത വിഷമത്തിലായിരുന്നു നാവികസേന. അതിന്റെ വിഷമം ശംഖുമുഖത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി അവർ തീർത്തുകൊണ്ടേയിരിക്കുകയാണ്. പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖം ആക്രമിച്ച ഓപ്പറേഷൻ ട്രിഡന്റിന്റെ ഓർമ്മ പുതുക്കി അങ്ങനെ ഇന്ത്യൻ നാവികസേന തങ്ങളുടെ സകല കരുത്തും പുറത്തെടുക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി മീൻപിടുത്ത വള്ളങ്ങൾ ശംഖുമുഖം തീരക്കടലിന്റെ 7 അയലത്തേക്ക് പോലും വരാൻ ധൈര്യപ്പെടുന്നില്ല. യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും പിടിയിൽ അമർന്നിരിക്കുകയാണ് തലസ്ഥാനത്തെ ശംഖുമുഖം കടലോരം. കടൽ തീരവും കടലും ഇന്ത്യൻ നേവിയുടെ യുദ്ധക്കപ്പലുകളുടെ പിടിയിലായ കാഴ്ചകൾ കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് തീരദേശവാസികളും. കടലെടുത്തു കൊണ്ടുപോയ തീരത്തെ പുനർനിർമ്മിച്ചത് പോയിട്ട് ഇത്തരമൊരു ദേശീയ ശ്രദ്ധ നേടുന്ന സൈനിക അഭ്യാസ പ്രകടനം തങ്ങളുടെ തീരത്ത് നടക്കുമെന്ന് ഇവിടത്തുകാർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. 19 വമ്പൻ യുദ്ധക്കപ്പലുകൾ, ഒരു അന്തർവാഹിനി, 4 ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകൾ, യുദ്ധത്തിനും നിരീക്ഷണത്തിനും ഇന്ത്യൻ നേവി ഉപയോഗിക്കുന്ന 32 വിമാനങ്ങൾ എന്നിവയാണ് നാവികസേനാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ആഘോഷ അഭ്യാസ പ്രകടനത്തിലേക്ക് ഇറങ്ങുക. നേവിയുടെ ലോങ് റേഞ്ച് ആന്റി സബ്മറൈൻ വിമാനമായ P-8I മിഗ് ഹോക്സ് വിമാനങ്ങളും പ്രകടനങ്ങളിൽ പങ്കെടുക്കും. 1971 ഡിസംബർ 4 രാത്രി പാകിസ്ഥാനിലെ കറാച്ചി തുറമുഖത്തിന് നേരെ ഇന്ത്യൻ നാവികസേന നടത്തിയ ധീരവും സാഹസികവുമായ ഓപ്പറേഷൻ ട്രൈഡന്റ് ആക്രമണത്തിന്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഡിസംബർ 4 നാവികസേന ദിനമായി ആഘോഷിക്കുന്നത്. വൈകിട്ട് 4:20 വിമാനത്താവളത്തിലെത്തുന്ന മുഖ്യാതിഥി സർവ്വസൈന്യാധിപ കൂടിയായ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. തുടർന്ന് ആഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി സേനയുടെ പ്രകടനങ്ങൾ കാണും. രാത്രി ലോക് ഭവനിൽ വിശ്രമിച്ച ശേഷം രാഷ്ട്രപതി നാളെ രാവിലെ 9:45 ഡൽഹിയിലേക്ക് മടങ്ങും. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി പുതിയതായി 65 കപ്പലുകളും 9 അന്തർവാഹിനികളും നിർമ്മിക്കാൻ തത്വത്തിൽ അംഗീകാരമായെന്ന് ദക്ഷിണ നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ സമീർ സക്സേന നേരത്തെ തലസ്ഥാനത്ത് വ്യക്തമാക്കിയിരുന്നു. ഈ അംഗീകാരത്തിന് ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അനുമതി നൽകിയാൽ കരാർ ഒപ്പിടുമെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിൽ 51 കപ്പലുകളുടെ നിർമ്മാണം വിവിധ ശാലകളിൽ പുരോഗമിക്കുകയാണ്. 40 ദിവസത്തിൽ 1 എന്ന കണക്കിൽ ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ കമ്മീഷൻ ചെയ്യുന്നു. INS വിക്രാന്തിന് വേണ്ടി റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ നടപടിക്രമങ്ങൾ പൂർത്തിയായി. തിരുവനന്തപുരത്തെ മുട്ടത്തറയിൽ നേവിക്ക് സ്വന്തമായ ഓഫീസും ഉദ്യോഗസ്ഥരുടെ താമസ സൗകര്യം ഒരുക്കാൻ 1.5 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ അനുവദിച്ച 4 ഏക്കറിൽ നിർമ്മാണം ഉടൻ ആരംഭിക്കും. എന്തായാലും ദക്ഷിണേന്ത്യയിലെ കടൽത്തീരം മുഴുവൻ ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയുടെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ്. പാകിസ്ഥാൻ അടക്കമുള്ള ശത്രുരാജ്യങ്ങളുടെ കടൽ മാർഗമുള്ള നീക്കങ്ങളും ഇന്ത്യൻ സേന വ്യക്തമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഇന്ത്യയുടെ അഭിമാന അഭ്യാസ പ്രകടനമായി മാറും ശംഖുമുഖത്തെ ഈ നാവിക അഭ്യാസ പ്രകടനങ്ങൾ എന്നതിൽ ഒരു സംശയവും വേണ്ട.